പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണോ നിങ്ങൾ? എന്നാൽ ഈ ഓഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഫുള്ളായിട്ട് കേൾക്കുക. ഇങ്ങനെ ദേഷ്യം വരുന്നവരിൽ നല്ലൊരു ശതമാനം ആളുകളും കുട്ടിക്കാലത്ത് ഏതെങ്കിലും രീതിയിലുള്ള ട്രോമാറ്റിക് ഇൻസിഡൻറ്റിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. ഈ ട്രോമാറ്റിക് ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ നെഗ്ലിക്റ്റ് ആവാം, അബ്യൂസ് ആവാം, പാരൻസ് തമ്മിലുള്ള തർക്കങ്ങളാവാം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതുമാവാം. കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിനോട് പ്രതികരിക്കാനോ മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പറ്റണമെന്നില്ല. ഈ സംഭവമെല്ലാം തന്നെ അവരുടെ മനസ്സിൽ ഒതുക്കി വെക്കുന്നു. പിന്നീട് വലുതാകുമ്പോൾ ഇതെല്ലാം തന്നെ ദേഷ്യവും വെറുപ്പും വാശിയുമായി പുറത്തേക്ക് വരുന്നു. ഇങ്ങനെ വരുന്ന ദേഷ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ദേഷ്യം എല്ലാവരോടും ഒരുപോലെ കാണിക്കണമെന്നില്ല. ഒരു തെറ്റും ചെയ്യാതെ ഇവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളോടായിരിക്കാം ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത്. ഈ ദേഷ്യം ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് തോന്നിയാൽ നിങ്ങളുടെ ബന്ധങ്ങളെ